കൊറോണ വ്യാപന ഭീതി ഗൾഫ് രാഷ്ട്രങ്ങളെ വിട്ടൊഴിയുകയാണ്. പുതിയ പ്രതീക്ഷകളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും നാം കേൾക്കുന്നത്. ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൊറോണ രോഗികളുടെ എണ്ണം 100-ൽ താഴെയാണ്. ഇതിനു പിന്നാലെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിനായി ശ്രമിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. പ്രവാസികൾക്കേറെ പ്രതീക്ഷ പകർന്ന ആ വാർത്ത പുറത്ത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് പ്രതിസന്ധി കാലം പിന്നിടുമ്പോൾ എണ്ണ ഇതര മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾ നേട്ടം കൊയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളുടെയും സമ്പദ്ഘടന മെച്ചപ്പെടുമെന്നാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. പ്രവാസികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ഇതുവഴി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം മറികടക്കുന്നതായും അധികം വൈകാതെ GCC രാജ്യങ്ങൾ പൂർവ്വസ്ഥിതി കൈവരിക്കുമെന്നാണ് വിവിധ സാമ്പത്തിക ഏജൻസികളുടെ പ്രതീക്ഷ. IMF അവലോകന റിപ്പോർട്ടും ഇത് ശരിവെക്കുകയുണ്ടായി. എണ്ണവില വർധനയ്ക്കൊപ്പം എണ്ണ ഇതര മേഖലയുടെ വളർച്ചയും ഗൾഫ് സമ്പദ്ഘടനയെ ശക്തമായി തിരിച്ചുവരവിന് പ്രാപ്തമാക്കുമെന്നാണ് IMF വിലയിരുത്തപ്പെടുന്നത്. MUGF നടത്തിയ ഏറ്റവും പുതിയ സർവേയും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക രംഗത്തെ വൈവിധ്യവത്കരണം ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ തുണയെന്നാണ് സർവേ റിപ്പോർട്ട്. UAEയും സൗദി അറേബ്യയുമായിരിക്കും GCCയിൽ ഇത്തരത്തിൽ കുതിപ്പ് നടത്തുകയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ പേർക്ക് വാക്സിൻ നൽകി കോവിഡ് പ്രതിരോധത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ആഭ്യന്തര വളർച്ചയും വിവിധ മേഖലകളിലെ നിക്ഷേപവും വളർച്ചയ്ക്കും തുണയായി. എന്നാൽ ചില ഗൾഫ് രാജ്യങ്ങൾ പൊടുന്നനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്നും MUG സർവേ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗമാണ് പ്രവാസികൾ. പലർക്കും ജോലി നഷ്ടപ്പെടുകയുണ്ടായി. ശമ്പളങ്ങൾ ലഭിച്ചിട്ട് മാസങ്ങളായവരും ഇതിൽ ഉൾപ്പെടുന്നു. യാത്രാവിലക്കും മറ്റ് പ്രശ്നങ്ങളും കാരണം അവധിക്ക് വന്നവരിൽ ഭൂരിഭാഗം പേർക്കും തിരിച്ചെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 2020 മെയ് മുതൽ 2021 മെയ് വരെ മാത്രം കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് 13.67 ലക്ഷം പ്രവാസികൾ തന്നെ. ഇത്രയും കാലം സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്ത് പകർന്നവരെ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണയ്ക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമ കൂടിയാകുന്നു. ഈ ആശയം ഉൾക്കൊണ്ടാവുന്നത്ര സഹായം പ്രവാസികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നോർക്ക റൂട്ട്സ് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഉതകുന്ന ഈ പദ്ധതികൾ ഇതിനകം വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസം പകർന്നു കഴിഞ്ഞു. നോർക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സഹായങ്ങൾ നോർക്കയുടെ വെബ്സൈറ്റായ www.norcaroots.net അഥവാ www.norcaroots.org എന്ന വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.